യെസ്, എല്ലാവർക്കും ന്യൂട്ടൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ കോർഡിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ലാസ്റ്റ് പാർട്ട് തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ 3 ഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, നോക്കാം നമുക്ക് എന്നാ കോർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനം എന്നാണ് അതിന്റെ മലയാളം ടേം വരുന്നത്. ഏകോപനം. അപ്പൊ ഒരു മാനേജ്മെന്റിൽ എന്താണ് കോർഡിനേഷന്റെ പ്രാധാന്യം എന്നാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് ടോപ്പിക്കിൽ പറയാനുള്ളത്. നോക്കിക്കേ, ഒരു റെഡ് കളറിൽ ഒരു ആളാണ് നടുക്ക് നിൽക്കുന്നത് അല്ലെ. അതിന് ചുറ്റും വൈറ്റ് ഡ്രസ് ഇട്ട കുറെ ആൾക്കാരുണ്ടെന്ന് നമുക്ക് പറയാം. നമുക്ക് ഇതിനകത്ത് എന്താണ് ആ പിക്ചറിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ദ പ്രോസസ് ബൈ വിച്ച് എ മാനേജർ സിൻക്രണൈസേഴ്സ്. അപ്പൊ ഇദ്ദേഹമാണ് ഇവിടുത്തെ മാനേജർ. റെഡ് ഇട്ടിരിക്കുന്ന ആളാണ് ആര്? മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാ ആക്ടിവിറ്റീസിനെയും കൃത്യമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ എല്ലാ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് ഏകോപനം ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമുക്ക് കോർഡിനേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ, പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താ, 1 by 1 സ്റ്റെപ്പ് ഉള്ള പ്രക്രിയയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? കോർഡിനേഷൻ എന്ന് പറയാൻ പറ്റുക. ഇനി അടുത്ത ഒരു സെന്റൻസ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ സെന്റൻസിനെ ഒന്ന് നോക്കണം, കാരണം എക്സാമിന് ഇവരെ തന്നിട്ട് ഇതാരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ചേ, കോർഡിനേഷൻ ഈസ് ദി ഫോഴ്സ്. നോക്കിക്കട്ടെ, ഇവിടെ തൊട്ടാണ് നമ്മൾ സെന്റൻസ് ആരംഭിക്കുന്നത് കേട്ടോ. ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ഓൾ ദി അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. നമ്മളുടെ കമ്പനിയിലെ എല്ലാ ഫങ്ഷൻസ്, അതായത് പോസ് DC 5 ഫങ്ഷൻസിനെയും കൃത്യമായിട്ട് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ആള്. ബൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ സ്കൂൾ ഓർക്കുമ്പോൾ നമ്മൾ ബുക്ക് മറ്റേ ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ബൈൻഡ് ചെയ്യും. എന്തിനാണ്? ടെക്സ്റ്റ് ബുക്കിനോ നോട്ട് ബുക്കിനോ എന്ത് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലെ. അതേപോലെ ഒരു പ്രൊട്ടക്ടിങ് ഫാക്ട് ആണ് ആരെന്നാണ് പറയുന്നത്? നമ്മുടെ കോർഡിനേഷൻ. സോ ബൈൻഡിങ് ഓൾ ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആയിട്ടാണ് ആരെ നമ്മൾ കണക്കാക്കുന്നത്? കോർഡിനേഷനെ കണക്കാക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ഓൾ ദി അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് ഈ ഒരു സെന്റൻസ് മാത്രമായിട്ട് എക്സാമിന് തരും. എന്നിട്ട് ഐഡന്റിഫൈ ദിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചോദിക്കുക. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പോസ്റ്റ് DC ആ വരുന്നത്. പക്ഷേ പോസ്റ്റ് DC കൂടാതെ ലാസ്റ്റ് ഒരാളായിട്ടാണ് ആരെ നമ്മൾ കണക്കാക്കുന്നത്? കോർഡിനേഷൻ വരുന്നത്. സോ അദ്ദേഹത്തെ മറന്നു പോകരുത് കേട്ടോ. സോ ബൈൻഡിങ് ഫോഴ്സ് ആരാണ്? കോർഡിനേഷൻ, മറക്കരുതേ. ഓക്കെ, അപ്പൊ കോർഡിനേഷനെ പറ്റി അതാണ്. അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ എന്നൊക്കെ പറയാവുന്ന ആളാണ്. നേച്ചർ എന്ന് പറയാം അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയാം. 3 പേരിൽ അത് ചോദിച്ചേക്കാം. കോർഡിനേഷന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത്? ഏറ്റവും ആദ്യം നോക്കിയടാ, കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്രൂപ്പ് എഫേർട്ട് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഏറ്റവും ആദ്യം നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ പഠിച്ചതാണ് അല്ലെ. ഈ പറയുന്ന എഫേർട്ടുകളെല്ലാം ഒന്നിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആളാണ് ആര്? ഈ പറയുന്ന കോർഡിനേഷൻ. അതാണ് ഏറ്റവും ആദ്യത്തെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താടാ? എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. എല്ലാവരും ചെയ്യുന്നതിൽ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കോർഡിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ എന്താടാ? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും, ഇവിടുത്തെ ഫീച്ചേഴ്സും ആദ്യത്തെ മാനേജ്മെന്റ് ഫീച്ചേഴ്സും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ ഏകദേശം ഒന്ന് മാച്ച് ചെയ്ത് പഠിച്ചാൽ ഒറ്റ തവണ ഒരു പോയിന്റ് പഠിച്ചാൽ മതിയോ? ഓക്കെ, യെസ്, കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. എല്ലാ ലെവലിലും, ടോപ്പിലാണെങ്കിലും മിഡിലാണെങ്കിലും ലോവറിലാണെങ്കിലും ബിസിനസ് തുടങ്ങി അവസാനിക്കുന്ന ആ ഒരു ഘട്ടം വരെ എന്ത് നമുക്ക് ആവശ്യമാണ്? കോർഡിനേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് അതൊരു തുടർച്ചയായ പ്രക്രിയ, കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ഇനി മൂന്നാമത് നോക്കിയടാ, കോർഡിനേഷൻ ഈസ് ആൻ ഓൾ പെർവാസീവ് ഫംഗ്ഷൻ. എന്തായിരുന്നു പെർവാസീവ് നമ്മൾ പഠിച്ചത്? പെർവാസീവ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത്, എല്ലായിടത്തും ഒരേപോലെ കാണപ്പെടുന്നത് എന്നുള്ളതാണ് കോർഡിനേഷന്റെ കാര്യം പറയുന്നത്. സോ പെർവാസീവ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഉണ്ട്, കോർഡിനേഷൻ എവിടെ നോക്കിയാലും ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത എന്താ? കോർഡിനേഷൻ ഇസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ ദ മാനേജേഴ്സ്. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ത്? എല്ലാവരുടെയും ഉത്തരവാദിത്തത്തിൽ പെടുന്ന പോയിന്റ് ആണെന്ത്? കോർഡിനേഷൻ, ഏകോപനം. അല്ലാതെ ഒരാൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും കൃത്യമായിട്ട് കോർഡിനേഷൻ ഫംഗ്ഷൻ നടപ്പിലാക്കണം. ഇനി അടുത്ത എന്താ? ഇറ്റ് ഇസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. ഡെലിബറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വമേധയാ സ്വബോധത്തോടെ, അതായത് വേറെ ആരുടെയും പ്രേരണയില്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് ഡെലിബറേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സ്വബോധത്തോടെ സ്വമേധയാ ചെയ്യുന്ന ഒരു കാര്യത്തെ ഡെലിബറേറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, സോ കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. നമ്മൾ സ്വമേധയാ ചെയ്യുന്ന ഒരു കാര്യം. ഇനി അടുത്ത് നോക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ ആണ്. കോർഡിനേഷന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല, കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആരാണ്? നമ്മുടെ നേച്ചർ ഓഫ് കോർഡിനേഷൻ ആണ്. ഇമ്പോർട്ടൻസ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാവേ. ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. കാര്യക്ഷമത കൂട്ടാനായിട്ട് എന്ത് നമ്മളെ സഹായിക്കുന്നുണ്ട്? കോർഡിനേഷൻ. എഫിഷ്യൻസി നമ്മൾ പറഞ്ഞല്ലോ, മാക്സിമം മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കണം ഇൻ മിനിമം കോസ്റ്റ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ എന്തിൽ പറയുന്നത്? എഫിഷ്യൻസിയിൽ, കാര്യക്ഷമത എന്ന് പറഞ്ഞ് എഫിഷ്യൻസി വേഴ്സസ് എഫക്റ്റീവ്നെസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പൊ എഫിഷ്യൻസി കൂട്ടാനായിട്ട് കോർഡിനേഷൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ആദ്യം പറയുന്നത്.
പിന്നെ കീ ടു അതർ ഫങ്ഷൻസ്. അതർ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നമ്മുടെ 5 എണ്ണം ഇല്ലേടാ, POSDC, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്. നമ്മുടെ POSDC കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പറയുന്ന കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നടക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസിനും കൂടി കൃത്യമായിട്ട് എന്ത് പറ്റും? കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നടന്നു പോകും. ഓക്കെ, ഇനി അടുത്ത എന്താ? ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ. അത് മാത്രം നമുക്ക് ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. ദ പ്രോസസ് ഓഫ് ലിങ്കിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ കോർഡിനേഷൻ. ഇപ്പൊ എന്താണ്? കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, പർച്ചേസ്, സെയിൽസ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ബന്ധിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കോർഡിനേഷൻ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ഇപ്പൊ പർച്ചേസ് എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്കത് അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞാൽ പർച്ചേസിന്റെ കാര്യങ്ങൾ അവതാളത്തിലായി പോകും അല്ലേ? സോ കൃത്യമായ ഒരു ഏകോപനം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയടാ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇൻ ആൻ ഓർഗനൈസേഷൻ ദർ ആർ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്. കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. കുറെ കുട്ടികൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പല രീതിയിൽ പല കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാണ് വരുന്നത് അല്ലേ? സോ ഡിഫറെന്റ് ഐഡിയാസ് ഉള്ളവര്, കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാർ. കോർഡിനേഷൻ ബ്രിങ്സ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇവരെല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് ആർക്ക് സാധിക്കും? കോർഡിനേഷന് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് അല്ല, കൃത്യമായിട്ട് ഒന്ന് നോക്കിപ്പോയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? യെസ്. ഇനി ഒരൊറ്റ കാര്യം കൂടി, സ്പെഷ്യലൈസേഷനോട് കൂടി നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ അവസാനിക്കുകയാണ്. കോർഡിനേഷൻ ഹെൽപ്സ് ടു കോർഡിനേറ്റ് ദ എഫേർട്സ് ഓഫ് വേരിയസ് സ്പെഷ്യലിസ്റ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. കുറച്ച് സ്പെഷ്യലിസ്റ്റുകളെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസിൽ നിന്ന് ഒരു 3 പോയിന്റ് നോക്കി വെക്കാം കേട്ടോ. ഭയങ്കര പ്രധാനപ്പെട്ടതൊന്നും അല്ല, 3 പോയിന്റ് നോക്കി വെക്കാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് എന്തിൽ പഠിക്കാനുണ്ടായിരുന്നു? നമ്മുടെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് തന്നെ അത് എന്ത് ചെയ്യണം? നോക്കണം. മീനിങ്ങിൽ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. മീനിങ്ങിന്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ എഫിഷ്യൻസി വേഴ്സസ് എഫക്റ്റീവ്നെസ്, വെരി ഇമ്പോർട്ടന്റ്. ഇതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ, പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പിന്നീടാണ് നമ്മൾ എന്തിലോട്ട് കടന്നത്? ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാരക്ടറിസ്റ്റിക്സിൽ ഗോൾ ഓറിയന്റഡ് പറഞ്ഞിരുന്നു, യൂണിവേഴ്സൽ പറഞ്ഞിരുന്നു, മറ്റേ മൾട്ടി ഡൈമെൻഷണൽ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. മൾട്ടി ഡൈമെൻഷനിൽ വർക്ക്സ്, പീപ്പിൾ, ഓപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. 3 കാര്യങ്ങൾ എക്സാമ്പിൾ അടക്കം ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിലോട്ട് കടന്നത്? ഒബ്ജക്റ്റീവ്സ്. 3 ഒബ്ജക്റ്റീവ്സ് ആണല്ലോ അല്ലെ? പോസ് എന്നോ സോപ്പ് എന്നോ പഠിക്കൂ എന്ന് പറഞ്ഞല്ലേ? SOP, സോഷ്യൽ, ഓർഗനൈസേഷൻ, പേഴ്സണൽ. അങ്ങനെ പഠിച്ചോളാം ഞാൻ പറഞ്ഞിരുന്നു. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് നമ്മളുടെ ആർട്ട്, സയൻസ്, പ്രൊഫഷൻ 3 കാര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? യെസ്. മാനേജ്മെന്റ് നമ്മളൊരു കലയോട് ഉപമിക്കുന്ന കേസ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സയൻസിനോട് ഉപമിക്കുന്ന കാര്യം, ശാസ്ത്രത്തോട് ഉപമിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പ്രൊഫഷന്റെ കേസും പറഞ്ഞിരുന്നു. 3ഉം ഇമ്പോർട്ടന്റ് ആണ്, 3ഉം പഠിക്കണം. ഓക്കെ, പിന്നീടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ 3 തലങ്ങൾ. അത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ലാസ്റ്റ് പറഞ്ഞ കോർഡിനേഷനോട് കൂടി നമ്മളുടെ എന്ത് അവസാനിക്കും? ചാപ്റ്റർ അവസാനിക്കും. അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കാം. +2 ആദ്യത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ ഗംഭീരമായിട്ട് എന്ത് ചെയ്യണം? തുടക്കം ഗംഭീരമാണ്. ഓക്കെ, യെസ്. അപ്പൊ ഉഷാറായിട്ട് തന്നെ എല്ലാവരും പഠിച്ചോളൂ. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്.